വയനാട്ടിൽ സർക്കാർ നിർമ്മിച്ച മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം നാളെയാണ്. പട്ടയ വിതരണം അടക്കമുള്ള കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രിയാണ് നേതൃത്വം നൽകുന്നത്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിലാണ് പ്രധാനപ്പെട്ട ഈ വീടുകൾ കൈമാറ്റം നടക്കുക. നമുക്കറിയാം, ടൗൺഷിപ്പായി നിർമ്മിച്ച ഈ വീടുകൾ ഏറെ സൗകര്യങ്ങളുള്ള, എല്ലാ തരത്തിലും സമാധാനമായി ജീവിക്കാവുന്ന തരത്തിലാണ് ഇപ്പോൾ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. MS അനീഷ് കുമാർ അവിടെയുണ്ട്. അനീഷ്, വലിയ തോതിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ലീഗിൻ്റേത് ഇന്നാണ്, നാളെ സർക്കാരിൻ്റെ വീടുകളും നിർമ്മിച്ചു നൽകുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? വലിയ ചടങ്ങിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? രഞ്ജിത്ത്, ദ്രുതഗതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഈ ചൂരൽമല ടൗൺഷിപ്പ് അല്ലെങ്കിൽ കൽപ്പറ്റയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ടൗൺഷിപ്പിൽ പുരോഗമിക്കുന്നത്. നമുക്ക് കാണാം, നൂറുകണക്കിന് തൊഴിലാളികളാണ് ഇന്നിവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അവിരാമം, അതായത് വിശ്രമമില്ലാത്ത ജോലിയാണ് ഇവിടെ നടക്കുന്നത്. ഓരോ വീടുകളുടെയും മിനുക്കുപണികൾ തീർക്കുന്നത് കാണാം. പ്രത്യേകിച്ചും ഇതാണ് ഉദ്ഘാടന വേദി. ഇവിടെയാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. ആ ഉദ്ഘാടന ചടങ്ങ് നടക്കുമ്പോൾ അതിനോട് ചേർന്ന ഇടങ്ങളിലാണ് ഈ ആളുകൾ എത്തുമ്പോഴേക്കും, അല്ലെങ്കിൽ ഈ ചടങ്ങിനെത്തുമ്പോൾ ആയിരക്കണക്കിന് ആളുകളുമൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുമെന്ന് കണക്കാക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആളുകൾക്ക് കാണാനുള്ള ഒരു മാതൃകാ വീടുകൾ എന്ന രീതിയിലാണ് ഈ വശത്തെ വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വീടുകളുടെ ഏതാണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അവർക്ക് താമസം തുടങ്ങണമെങ്കിൽ ഇനിയും ചിലപ്പോൾ 3-4 ആഴ്ചയോ 1-2 മാസമൊക്കെ വേണ്ടി വരും. കാരണം ഈ റോഡിൻ്റെ പണി നടക്കുന്നു, മറുവശത്തുള്ള ഈ ലാൻഡ്സ്കേപ്പിംഗ് നടക്കുന്നു, ഒപ്പം ഈ പേവിംഗ് ടൈലുകൾ വിരിക്കുന്ന ജോലി നടക്കുന്നു. അങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരുപാട് ആളുകളാണ് പലയിടങ്ങളിൽ നിന്നായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ മന്ത്രി ചിഞ്ചിറാണി ഇവിടെ എത്തുകയും ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തി കളക്ടറെയും മറ്റ് ഉദ്യോഗസ്ഥരെയും ഒക്കെ അഭിനന്ദിച്ച് മടങ്ങുന്ന ഒരു കാഴ്ചയുണ്ട്. ഒപ്പം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വയനാട്ടിൽ വിനോദസഞ്ചാരത്തിനെത്തുന്ന ആളുകൾ പോലും എത്തി ഈ ടൗൺഷിപ്പ് കാണാൻ വരുന്ന ഒരു കാഴ്ച. അങ്ങനെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന രീതിയിലേക്ക് കൂടി ഈ ടൗൺഷിപ്പ് മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ തിരക്ക് ഇപ്പോൾ തന്നെ ഇവിടെ കാണാം. ഈ പ്രിയങ്ക ഗാന്ധി, വയനാട് MP, 11 മണിയോടുകൂടി തന്നെ ഈ ടൗൺഷിപ്പ് കാണാൻ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ നാട്ടുകാരുടെയും ഒക്കെ ഒരു അഭിപ്രായം തേടാം, അല്ലെങ്കിൽ അവർ ഈ ടൗൺഷിപ്പ് കാണാൻ വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ എവിടെയുള്ള ആളുകളാണ്? മലപ്പുറത്താണ് വരുന്നത്. മഞ്ചേരി പന്തലൂരാണ് ടൗൺഷിപ്പ്. ഗവൺമെൻറ്റിൻ്റെ ടൗൺഷിപ്പ് കാണാൻ വേണ്ടിയിട്ട്, നേരിട്ട് കണ്ട് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും വന്നിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട്. കാരണം ഒരു ദുരന്തത്തിൽ നഷ്ടപ്പെട്ടവർക്ക്, അത് നഷ്ടപ്പെടുന്ന എത്രത്തോളം നമുക്ക് പറയാൻ കഴിയില്ല, അത്രത്തോളം ഒരു താങ്ങായി നിൽക്കുന്ന സർക്കാരിനെ താങ്ങായി നിൽക്കുകയാണ് ചെയ്യുന്നത്. അത് നേരിട്ട് കണ്ട് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. എങ്ങനെയുണ്ട് വീടുകളൊക്കെ കാണുമ്പോൾ? ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന പോലാണോ, അതോ നേരിട്ട് കാണുമ്പോഴാണോ കുറച്ചുകൂടെ മനസ്സിലാവുന്നത്? അത് പറയേണ്ടത് സോഷ്യൽ മീഡിയയിൽ കാരോട് പറയേണ്ടത്, നിങ്ങൾ രാഷ്ട്രീയം നോക്കരുത്, ജീവനെ നോക്കുക, ജീവനുള്ളവരെ നോക്കുക, നേരിട്ട് വന്ന് അനുഭവിക്കുക. ഏത് സർക്കാരായിക്കോട്ടെ, പക്ഷേ ഇത്രത്തോളം താങ്ങായി നിൽക്കുന്ന സർക്കാരെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ദയവായി സോഷ്യൽ മീഡിയക്കാർ നേരിട്ട് വന്ന് കണ്ട് സത്യം മാത്രം പ്രചരിപ്പിക്കുക. അതാണ് പറയുന്നത്. വീടുകൾ കാണുമ്പോൾ മതിലിന് പോലും, ഈ ഫൗണ്ടേഷൻ മതിലിന് പോലും ബെൽറ്റിട്ടുള്ള വർക്കാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എത്രത്തോളം മനസ്സിലായി അതിന്റെ സെറ്റപ്പിനെ കുറിച്ച്. നമുക്ക് വീട് പണിതവർക്കാണ് അല്ലേ, അതുകൊണ്ട് അറിയാം. തീർച്ചയായിട്ടും നമ്മൾ വീട് പണിതുകൊണ്ട് നമുക്ക് അറിയാലോ. അതിലൊക്കെ വളരെ സെറ്റപ്പിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ കൂടുതലായിട്ടൊന്നും ഇനി ഇത് കാണാൻ പറ്റും. അകത്തൊക്കെ കയറി നോക്കിയോ? കയറി നോക്കിയിട്ടുണ്ട്. വളരെ എല്ലാ സൗകര്യങ്ങളുണ്ട്. വീടിന്റെ സ്പേസ്, അടുക്കളയുണ്ട്, അടുക്കളയ്ക്ക് വർക്ക് ഏരിയ വേറെ ഉണ്ട്, പിന്നെ ഒരു അറ്റാച്ച് ബാത്റൂം, പിന്നെ കോമൺ ബാത്റൂം, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും. സാധാരണ നമ്മളൊരു വീട്, നമ്മൾക്ക് വീട് വെച്ച ആളാണല്ലോ, അപ്പോൾ ഇതിലേറെ ഒന്നും കൂടെ സെറ്റപ്പ് ആയിട്ടുള്ള തന്നെയാണ് ഉള്ളത്. എന്തായാലും ഒരു സന്തോഷമുണ്ടല്ലോ, കാരണം എല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ്. നമ്മളൊക്കെ സങ്കടപ്പെട്ടതാണ് ഈ ചൂരൽമലക്കാരുടെ അന്നത്തെ വിധി ഓർത്തത് അല്ലേ? തീർച്ചയായിട്ടും അത് നമ്മൾക്ക് അങ്ങനെ തന്നെ തോന്നുന്നു. എന്ത് തോന്നുന്നു? വീടുകൾ നന്നായിട്ടുണ്ട്. ഇന്നിപ്പോ ഇത് കാണാൻ വേണ്ടി മാത്രമായിട്ട് വന്നുള്ളതാണ്. എവിടുന്ന്? മലപ്പുറത്ത് തന്നെയാണ്. ഞങ്ങൾ ടീമായിട്ട് ബസ്സിലാണ് വന്നത്. ഇത് കാണാൻ വേണ്ടി തന്നെ പോകുന്നു. ഇത് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഒരുപാട് പേരങ്ങനെ വരുന്നുണ്ടെന്ന് പറയുന്നത് അല്ലേ? ഉണ്ട്. ഇവിടെ വരുന്ന സമയത്ത് പല സ്ഥലത്തുള്ള ആൾക്കാർ വരുന്നുണ്ട്. ഒരുപാട് വണ്ടികൾ അവിടെ കിടക്കുന്നുണ്ട്. വീട് കണ്ടിട്ട് എന്ത് തോന്നി? അകത്തൊക്കെ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. മാത്രമല്ല ഇതിന്റെ വർക്ക് എന്ന് പറയുന്നത് വളരെ കുറ്റമറ്റ രീതിയിൽ, അല്ലെങ്കിൽ ഭാവിയും കൂടെ കണ്ടിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതാണ് ഒരുപാട് പേര് സോഷ്യൽ മീഡിയക്കാരോട് പറയേണ്ടത്,
അസത്യം പ്രചരിപ്പിക്കരുത്, സത്യം പ്രചരിപ്പിക്കുക, ഈ ദുഃഖത്തിൽ അണിചേരുക, പങ്കുചേരുക എന്ന് പറയുന്നത്. അതാണ് ഈ ഒരുപാട് ആളുകൾ പലയിടങ്ങളിൽ നിന്നായി ഈ വീടുകൾ കാണാനായി എത്തുന്ന കാഴ്ച. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായി പോലും മാറുന്ന ഒരു കാഴ്ച. ഇപ്പോൾ അവസാനം മിനുക്കുപണികൾ നടക്കുന്ന ഒരു വീടാണ്. ആ വീട്ടിനുള്ളിൽ പോളിഷിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ മാറ്റുന്ന, അല്ലെങ്കിൽ ഈ ആളുകളൊക്കെ കയറി ചെളിയും പൊടിയും ഒക്കെ ഉണ്ട്, അതൊക്കെ തുടച്ച് നിൽക്കുന്ന ഒരു കാഴ്ച. നല്ല ടൈലുകൾ, 2 ഫാനുകളുണ്ട്, നല്ല സ്വിച്ചുകൾ, 2 കിടപ്പുമുറികൾ കാണാം, ബാത്റൂം അറ്റാച്ച്ഡാണ്, അടുക്കളയുണ്ട്. ഇതെല്ലാം കൃത്യമായ നിലവാരത്തിലുള്ള ഒരു മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും അവസാന വട്ട മിനുക്കോണികളിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. നാളെ ഉദ്ഘാടനത്തിലേക്ക് നീങ്ങുമ്പോൾ ഈ വീടുകളൊക്കെ ഏതാണ്ട് പൂർണ്ണ സജ്ജമാവും. പക്ഷേ അവർക്ക് ഈ വീടിൻ്റെ പട്ടയങ്ങൾ നാളെ ലഭിക്കും. അതായത് ഈ വീടിൻ്റെ ഉടമസ്ഥാവകാശം അവർക്ക് ലഭിക്കും. പക്ഷേ വീടുകളിലേക്ക് കയറി താമസിക്കണമെങ്കിൽ കുറച്ചുകൂടി സമയമെടുക്കും. നമ്മൾ ഈ താഴെ ഭാഗത്തൊക്കെ കാണുന്ന വീടുകളിൽ വൈദ്യുതി അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷേ കുടിവെള്ള സംവിധാനം എത്തണം. ഈ മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ പൂർണ്ണ തോതിലാവണം. അങ്ങനെ കുറച്ച് പണികൾ കൂടിയുണ്ട്. ഒപ്പം ഈ വൈദ്യുതി സംവിധാനങ്ങൾ നോക്കിയാൽ എല്ലാം അണ്ടർഗ്രൗണ്ട് കേബിളുകളാണ്. നമുക്ക് ഈ മുകൾ ഭാഗത്തൊന്നും ഉയർന്നു നിൽക്കുന്ന കേബിളുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം ഭൂമിക്കടിയിൽ കൂടെയുള്ള സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 3 ഫേസാണ് കറണ്ട് കണക്ഷൻ ഉള്ളത്. അതുകൊണ്ട് ഒരു ഫേസിൽ ഒരു തവണ കറണ്ട് പോയാൽ മറ്റൊരു ഫേസ് കണക്ട് ചെയ്യാൻ കഴിയും. ഒപ്പം എല്ലാ വീടുകളുടെ മുകളിലും സോളാർ പാനലുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. 240 kV വരെയുള്ള കറണ്ട് അവിടെ നിന്നും, വൈദ്യുതി അവിടെ നിന്നും ലഭിക്കുമെന്നാണ് നേരത്തെ ഇതിൻ്റെ നിർമ്മാതാക്കളായ ആളുകൾ പറഞ്ഞത്. എന്തായാലും അങ്ങനെ എല്ലാവിധ സജ്ജീകരണങ്ങളോടുകൂടിയുള്ള ഒരു ഭവന നിർമ്മാണ പദ്ധതി, അല്ലെങ്കിൽ ഏറ്റവും വിശാലമായ ഒരു പുനരധിവാസ പദ്ധതി എന്ന് പറയാം. ഉദ്ഘാടനത്തിന് മുമ്പായുള്ള അവസാനവട്ട മിനുക്കണികൾ ഊർജിതമായി ഇവിടെ പുരോഗമിക്കുകയാണ്. അവിടെ അതിജീവനത്തിൻ്റെ കാഴ്ചകളാണ് MS അനീഷ് കുമാറും CV അനുമോദും പങ്കുവെക്കുന്നത്. സർക്കാർ നൽകുന്ന വീടുകളുടെ താക്കോൽദാനവും മറ്റും നാളെ നടക്കും. ഇന്ന് മുസ്ലിം ലീഗ് നൽകുന്ന വീടുകളുടെ താക്കോൽദാനം നടക്കും. ഒരു വലിയ ദുരന്തത്തിൽപ്പെട്ട ജനങ്ങൾക്ക് സമാശ്വാസമാകുകയാണ് നമ്മുടെ സംവിധാനങ്ങൾ എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.